ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇങ്ങോട്ട് പോയാലോ? ഞാനപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയായിരുന്നു ഞാൻ ഏത് കോഴ്സാണ് പഠിച്ചത്, അതായത് മെർച്ചൻ്റ് നേവിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു. ജനറൽ പർപ്പസ് റേറ്റിംഗ്, GP റേറ്റിംഗ്, ഈ കോഴ്സാണ് ഞാൻ പഠിച്ചത്. അതായത് 6 മാസം ഡ്യൂറേഷനുള്ള ഒരു 1.5 ലക്ഷം ടു 2 ലക്ഷം ആ ഒരു ഫീസ് സ്ട്രക്ചറാണ് വന്നത്. അത് ഓരോ കോളേജസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ 10th ബേസ്ഡ്, അതായത് നമുക്ക് 10th പാസ് മതി മിനിമം ക്വാളിഫിക്കേഷൻ ആ കോഴ്സ് കിട്ടാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ 18 വയസ്സ് തികഞ്ഞിരിക്കണം, ഇന്ത്യൻ പാസ്പോർട്ടും വേണം. ഇതൊക്കെയാണ് ക്രൈറ്റീരിയ അവർ പറയണത്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും. അത് ആ കോളേജസാണ് അവരുടെ മെഡിക്കൽ എടുക്കുന്നത്. അതിൽ ബേസിക് ആയിട്ട് ഹൈറ്റ്, വെയിറ്റ്, പിന്നെ നമ്മുടെ BMI, ഈ സംഭവങ്ങളൊക്കെയാണ് നോക്കണത്. പിന്നെ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ എന്തായാലും പാസ്സായി പോരും. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് പ്ലേസ്മെന്റ് ഉള്ള കോളേജാണെന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ട പോലെ, എൻ്റെ കൂട്ടുകാരന്മാർ പെട്ട പോലെ നല്ല രീതിക്ക് പെട്ടുപോകും. ഒരു 3-4 വർഷം വെറുതെ അങ്ങോട്ട് വേസ്റ്റ് ആയി പോകും പ്ലേസ്മെന്റ് ഇല്ലാത്ത കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് കയറിയത്, പ്ലേസ്മെന്റ് ഇല്ലാത്ത കോളേജിൽ പഠിച്ചിട്ട് ഈ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.